ജപ്പാൻ യാത്രയിലുണ്ടായ അനുഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു നല്ല അനുഭവമായിരുന്നു ഫ്യൂജി മൗണ്ടൈൻ വിസിറ്റ് ചെയ്തത്. ജപ്പാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഫ്യൂജി എന്നുള്ളത് ഒരു പുണ്യ പ്രദേശം കൂടിയാണ്. പ്രായഭേദമന്യേ ആളുകൾ ഈ ഒരു അഡ്വഞ്ചറായിട്ടുള്ള യാത്രയിൽ പങ്കുചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫ്യൂജി എന്നുള്ളത് ഒരു സജീവ അഗ്നിപർവ്വതം കൂടിയാണ്. പുകപടലങ്ങളൊക്കെ പിടിച്ചു കിടക്കുന്ന ഈ ലാവ ഒഴുകി വന്നിരിക്കുന്ന ഈ കാഴ്ച കാണുക, അതൊരു പ്രത്യേകതരം അനുഭവം തന്നെയാണ്. ഈ ഒരു ഏരിയ മുഴുവൻ ലാവ ഒഴുകി വന്ന് ഡ്രൈ ആയി തീർന്നിരിക്കുന്ന സ്ഥലമാണ്. ലാവ സ്റ്റോണുകൾ പലതരത്തിലും നമ്മൾ ഇൻറ്റീരിയറായിട്ടും എക്സ്റ്റീരിയറൊക്കെ ആയിട്ട് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ചില വിശ്വാസപ്രകാരം ലാവ സ്റ്റോണുകൾ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിനുണ്ടാകുന്ന സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാനൊക്കെ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ഭൂമിക്കടിയിൽ രൂപപ്പെടുന്ന അത് മാഗ്മ അറകളായി മാറുകയും അതിനെപ്പോഴാണോ പുറത്തേക്ക് വരാനുള്ളൊരു സാഹചര്യം ലഭിക്കുന്നത് അപ്പം പൊട്ടി പുറത്തേക്ക് വരികയും അത് ലാവയായി ഒഴുകി അത് പിന്നീട് ഉറച്ച് ഇത്തരത്തിലുള്ള ലാവ സ്റ്റോണുകളൊക്കെ ആയി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലും ഇതേപോലെ നമ്മുടേതായ ഇമോഷൻസിന് കൃത്യമായ രീതിയിലുള്ള വെൻറ്റിലേഷൻസ് ലഭിച്ചില്ല എങ്കിൽ ഇമോഷൻസ് ആകുന്ന മാഗ്മകൾ കൊണ്ടുണ്ടാക്കുന്ന അറകൾ രൂപപ്പെട്ടെന്ന് വരാം. നമ്മളുമായി അടുത്ത് ഇടപഴകുന്ന ആളുകളൊക്കെ ചിലപ്പോഴങ്ങനെ പൊട്ടിത്തെറിക്കാറില്ലേ? അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അവരെ അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അങ്ങനെ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം തന്നെയാണ്. കാരണം അങ്ങനെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള പല ഫ്രസ്ട്രേഷൻസും റിലീസായി പിന്നീട് അവർ റിലാക്സ്ഡായി മാറുന്നത്.